ഹലോ ബുബോൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമല്ലോ, നമ്മൾ കുഞ്ഞാവയ്ക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരുപാട് ഗിഫ്റ്റ് നമുക്ക് കിട്ടി. ആദ്യത്തെ ഗിഫ്റ്റ് ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും വകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളെ കണ്ടില്ലായിരുന്നു. ഒരു ടെഡി ബിയറും ഒരു സർപ്രൈസ് ആയിട്ട് നമുക്കൊരു ഇതൊക്കെ കിട്ടി, കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കേക്ക് നമ്മൾ മുറിച്ചത് അതൊക്കെയായിരുന്നു. സോ ഇപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിലും നമ്മുടെ പാർട്ടിസിപ്പേഷനും ഒരു ആൾക്കാരുടെ പ്രാർത്ഥനകളും മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ തുറക്കേണ്ടതായിട്ടുണ്ട്, കാണേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളും എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്, എന്തൊക്കെയാണ് കുഞ്ഞാവയ്ക്ക് കിട്ടിയിട്ടുള്ളത്. സോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. ഇതാണ് ആദ്യത്തെ ബൈക്ക്. ഒരു കീടിലം ബൈക്ക് കിട്ടിയിട്ടുണ്ട്. മുമ്പോട്ടും ബാക്കിലോട്ടൊക്കെ പോകും, പാട്ടൊക്കെ കേൾക്കാം. ആൻഡ് നമുക്ക് പിന്നെ ഒരു ഗിഫ്റ്റ് കുഞ്ഞാവ് ഓൾറെഡി ഓപ്പൺ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഗിഫ്റ്റാണ് ഒരു പ്രിൻസസിൻ്റെ. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വക സാധനങ്ങൾ. ആൻഡ് പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിയുടെ ബാഗ് ഇല്ലേ, അടിപൊളി. ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവമാണ് ബാഗ്. അപ്പൊ അതൊരു അടിപൊളി സംഭവമാണ്. ബാർബിയുടെ ബാഗ് അല്ലേ? അതോ ഫുള്ള് വാട്ടർ ബോട്ടില് എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതേണ്ട ഒരു ഡ്രസ്സ്. ഇതെങ്ങനെയുണ്ട്? ഇതൊന്നും നമ്മൾ ആര് തന്നു എന്ത് തന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരും നമുക്ക് സ്നേഹം കൊണ്ട് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേണ്ട് ഒരു അടിപൊളി പൂ. പ്ലാസ്റ്റിക് ആണ് അടി, ഇത് പ്ലാസ്റ്റിക് ആണ്. ആൻഡ് ഒരു ബാർബിഡോളിന്റെ ഫുള്ളൊരു സെറ്റ്. ഓ അടിപൊളി. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രസ്സാണ് അല്ലേ? ഡ്രസ്സ് ഇതേണ്ട്. ഓക്കെ, സ്കേർട്ടും ഒക്കെ ആയിട്ട് അത് വീണ്ടും ഉണ്ട്. ടീഷർട്ട്. ഓക്കെ, അടിപൊളി അടിപൊളിയല്ലേ? നല്ലതാണ്. ഇനി നമുക്ക് എടുക്കാനായിട്ടുള്ളത് വേറെന്തൊരു സംഭവം കവർണാകും. നോക്കിയിട്ട് വീണ്ടും ഡ്രസ്സ് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണ് നിങ്ങളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സൂപ്പർ ഒരു ഡോള്. ഏത് സാധനമായിരുന്നാലും നമുക്ക് ആദ്യം വേണ്ടത് സാനിറ്റൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് കുഞ്ഞാവയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സാനിറ്റൈസ് ചെയ്ത് നമുക്ക് 2 മിനിറ്റ് വെച്ചേക്കാം. എന്നിട്ട് അതൊക്കെ കുഞ്ഞാവയ്ക്ക് കൊടുക്കാം. അങ്ങോട്ട് ചാരി ഇട്ട് ഇതെന്താണ്ട് ബീച്ചുള്ള സാധനമാണ്. അതോടെ നിൽക്കട്ടെ. നമുക്ക് ഈ കവർ മാറ്റിക്കോ. ഓക്കെ, ബീച്ചുള്ളൊരു സാധനം. എന്താണ് ഐറ്റം എന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കട്ടെ. എന്താ സംഭവം എന്ന് എനിക്കിപ്പോൾ പിടുത്തം കിട്ടിയിട്ടില്ല. മറ്റേ സ്ലൈഡ് ചെയ്യുന്ന പോലെ സാധനം. ഇതാണ് സാധനം. മടിയിന് മടി ഇരുന്നിട്ട് ഇതിങ്ങനെ തിരിച്ചൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, സൂപ്പറായിട്ടല്ലേ? വട നമ്മളെടുത്ത് ഫിറ്റ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കറങ്ങി പോകും. ട്വിസ്റ്റർ എന്തെന്നായിരുന്നു ഞാൻ വായിച്ചത്. അവള് പേപ്പറും കൊണ്ടുപോയി. ഓക്കെ, ഇതൊക്കെ കുഞ്ഞാവ കയറിയിരുന്ന് കളിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, കാരണം കുഞ്ഞാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ സൈക്കിള് പോലും കുഞ്ഞാവ ഇപ്പോഴാണ് ഓടിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ഓടിക്കാൻ തുടങ്ങും. അപ്പൊ ഒരു സൂപ്പർ ഡ്രസ്സ്, വീണ്ടും ഒരു ഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഡ്രസ്സ്. നല്ല സിമ്പിൾ ആണ്, ഭയങ്കര മോഡേൺ ആണ്. എന്നാ മോഡേൺ സോ അടിപൊളി. വാവ്, പ്രെറ്റി. പൊളിയായി പോയിട്ടാ. നമ്മൾ ഇതിന് മുന്നേ എടുത്തത് ഇതും സെയിം ആണ്, പക്ഷെ വേറൊരു കളർ ചേഞ്ച്. നല്ല ഭംഗിയുള്ള വേറൊരു സാധനം. ഇതിനകത്തതാണ് നമുക്കൊരു ഡ്രസ്. കുഞ്ഞാവ ഡ്രസ് ഇട്ട് തകർക്കും. സൂപ്പർ. സൂപ്പർ. 5 ഇനി ഇട്ടോണ്ട് പോകാം. എന്തായിരുന്നാലും ഇത് വേറൊരു ഗുണമുണ്ട്. വലുത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. പിന്നീടും വലുതായി വരികയല്ലേ, അപ്പൊ അവർക്കത് ഇടാനായിട്ടും പറ്റും. ഷോപ്പിംഗ് കാർട്ട്.
നല്ലല്ലേ? നല്ല അതിന്റെ കഴുത്തൊക്കെ സ്പെഷ്യലി ഫോർ യു. ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പൊ അത് അവിടെ എന്റെ കൂട്ടത്തിൽ തന്നെ വെച്ചേക്കും. Next one. അത് എഴുതിയിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സൈറ യാസ്മിൻ. ആരാണ് തന്നത് നമുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലാണ്. ഓക്കെ. And there you go. What's this? Eatable item. Oh, it's a Turkish coffee. You know that? Turkish coffee ആണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനർജി ബൂസ്റ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടർക്കിഷ് കോഫി. ഓക്കെ. ഇത് അഞ്ചു നിനക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ. അഞ്ജുന് അറിഞ്ഞായിരിക്കും കൊടുത്തതാണ്. It's a huge chocolate. ഓക്കെ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാജ എന്ന് പറഞ്ഞത്. ബാജ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കോഫീസും ആൻഡ് ചോക്ലേറ്റ്സും കിട്ടുന്ന ഒരു കടയാണ്. ഓക്കെ. അവിടുത്തെ ചോക്ലേറ്റ്സ് ആണ്. ഇതെന്റെ അതും വീഡിയോ എടുത്താ നീ വലിയ കാര്യത്തിൽ ഇട്ട മാറ്റായിരുന്നു. നമ്മള് മേടിച്ചൊരു സാധനമാ. ഇച്ചിരി കൂടെ ഒരു വെറൈറ്റി ഉള്ള ഒരു ഐറ്റം ആണ്. ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണം ഞാനിരുന്നു മെനക്കണം ആലോചിക്കുമ്പോഴേ. Alright, great. Thank you for that. And are you ready, Kunya? 1, 2, 3. Ta-da! Ta-da! Are you ready? 1, 2, 3. Ta-da! Ta-da! ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടാ ഇങ്ങനെ സൂപ്പർ സൂപ്പർ. ഓക്കെ. ഇന്ന് കുഞ്ഞാവ എന്തായിരുന്നാലും ഉറങ്ങത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ഗിഫ്റ്റ് കിട്ടിയതില് ഇതെല്ലാം ഇനിയിപ്പോ പൊളിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. എല്ലാം ഇവിടെ ഉറങ്ങുന്ന സമയത്ത് സാധനം എടുത്ത് ഒളിപ്പിച്ചു വെക്കണം. പണ്ടൊക്കെയാണ് ഒളിപ്പിച്ച്. പണ്ടത്തെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് കിട്ടിയ സാധനം ഞാനിത് ഈ ഷെൽഫിൽ വെച്ചിരുന്നിട്ട് 2 വയസ്സ് കഴിഞ്ഞിട്ട് എടുത്തത്. ഓരോന്നോരോന്ന് ഒരാഴ്ചയിൽ ഒരു ഗിഫ്റ്റ് മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. hamburger station. Okay. So guys, ഇത് ആരോ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പൊ ഇത് ഏതോ പിള്ളേരുടെ ഇത് എന്തായാലും സൂക്ഷിച്ചു വെച്ചേക്ക്. നല്ല ടോപ്പ് അല്ലേ? പാന്റ് ടോപ്പ്. ഈ പാന്റ് ഇതില് വന്നു. നമ്മള് അടുത്ത ഗിഫ്റ്റ് ഫുള്ള് വീട് കേട്ടോ. മറ്റൊരു വലിയൊരു ഗിഫ്റ്റ് എന്തായിരുന്നാലും പേര് ഞാൻ കണ്ടു. പേര് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. പക്ഷെ ഞാനത് കണ്ടു. ഒത്തിരി താങ്ക്സ് ഒക്കെ രണ്ടുപേർക്കും. ഞാൻ ആ പേര് ഞാൻ ഇളക്കി ഞാൻ മാറ്റി അതോടെ ഒട്ടിച്ചിട്ടുണ്ട്. കവർ കളയണ്ട. ഓക്കെ. അപ്പൊ ഇത് കുഞ്ഞാവയ്ക്ക് മാത്സ് പഠിക്കാനായിട്ടുള്ളതാണ്. The only way to learn maths is to do maths. Okay, let's start learning. Okay, അപ്പൊ ഇനി കുഞ്ഞാവയ്ക്ക് പഠിത്തത്തിന്റെ കാലങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് സ്പെഷ്യലി ചൂസ് ചെയ്തിരിക്കുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ഹിയർ ഫോർ ദ സ്പെഷ്യൽ ഗിഫ്റ്റ്. നാളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. കുഞ്ഞാ സിദ്ധേ. ഓക്കെ. അപ്പൊ ഞാൻ പേര് ഞാൻ കാണിക്കുന്നില്ല. ഡോക്ടർ സെറ്റ്. കുഞ്ഞാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടോയ്. ഇവിടെ ഏകദേശം 8-10 ഡോക്ടർ സെറ്റ് ഉണ്ട്. ഇന്നലെ കിട്ടി. പോണടത്തും പറഞ്ഞിടത്തും എല്ലാം
അവളെ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം മാത്രമേ മേടിക്കത്തുള്ളൂ. ബിഗ് ബോക്സ് ആണ്. എനിക്കത് എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതിന്റെ ഒരു പടം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോ കണ്ടാ മനസ്സിലാവാനാണ് സാധ്യത. എനിക്കും അതാണ് തോന്നുന്നത്. ടു ഹെവി, നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു ബൈക്കാണ്, ഫുൾ ബൈക്കാണ്. ഇതിൻ്റെ ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണ്. നമുക്കിത് എന്തായാലും നല്ല നാളെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എനിക്ക് അത് സെറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നാന്ന് തോന്നുന്നു അല്ലേ? അത് സെറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഇതിന്റെ സ്ക്രൂ ഡ്രൈവറും ഇതും ഇല്ല. മെക്കാനിക് അച്ഛൻ വരേണ്ടി. അപ്പോൾ അജിത്തേട്ടനെ വിളിക്കേണ്ടി വരും ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത് ഐക്യയുടെ എന്തൊരു സാധനമാണ്. ഇതും എന്തായിരുന്നാലും ഫിറ്റിങ്ങിന് ആള് മസ്റ്റാണ്. നമ്മൾക്ക് തൽക്കാലം പിന്നെ ഇതെങ്ങനെ ഇരിക്കട്ടെ. കാരണം ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിന്റെ കൂട്ടത്തിലുള്ള ബോക്സിൽ പടം ഉണ്ടോ? ഇല്ല, ഇതിൽ പടമില്ല. ഐക്യ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എങ്ങനെയായിരുന്നാലും ഇതൊരു ഹോം ഫർണിഷിംഗ് ഇല്ല, അത് ഇതാണ് ചെയറാണ്. ഇത് ചെയറോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. അപ്പൊ ഇതെന്തായിരുന്നാലും ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എലങ്കി പോലത്തെ ഐറ്റം വേണം. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും എലങ്കി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഈ സാധനം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് പിന്നെ നമ്മൾ മേടിക്കാതെ കേട്ടോ. ഹോം പിന്നെ സൂപ്പർ മാർക്കറ്റ് ആണ്. സൂപ്പർ മാർക്കറ്റ്. ഒരുപാട് താങ്ക്സ് നിങ്ങൾ തന്ന ഗിഫ്റ്റുകൾക്ക്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. പിന്നെ ഗോൾഡും ഒക്കെ ഉള്ളതുണ്ട്. ചെറിയ ചെറിയ ഗോൾഡൊക്കെ കിട്ടിയിരുന്നു. ക്യാഷ് ഒരാളൊരു ക്യാഷ് തന്നിരുന്നു. അതിലൊന്നുമല്ല, നമുക്ക് സന്തോഷം. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് സാധിച്ചത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് എവരി വൺ. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് തീർച്ചയായിട്ടും നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന എൻ്റെ കുഞ്ഞാവയ്ക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. ഇനി എന്തായിരുന്നു കുറേ നാളായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവയ്ക്ക് പനിയും പിന്നെ ഓളൊന്ന് മറിഞ്ഞ് വീണ് ചെറുതായിട്ട് കൈയൊക്കെ ഒന്ന് മുറിഞ്ഞ ഒരു ഇഷ്യൂ ആയിരുന്നു. സോ ഇതെല്ലാം ഇതിങ്ങനെ ഞാൻ എടുത്ത് വെച്ചേ ഇപ്പൊ 5 കിടക്കണത് ഇതെല്ലാത്തിനും എന്റെ മുകളിലാണ്. ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കണം, ഇങ്ങനെയൊക്കെ ഷേക്കായൊക്കെ പൊക്കോണ്ടിരിക്കണം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.